തിരുവനന്തപുരം നഗരസഭയിൽ ഭരണമാറ്റത്തിന് ജനങ്ങൾ കാത്തിരിക്കുകയാണെന്ന് നല്ല ഭൂരിപക്ഷത്തിൽ ബി.ജെ.പി. അധികാരത്തിലെത്തുമെന്നും വി രാജേഷ് അവകാശപ്പെടുന്നു. അധികാരത്തിലേറിയാൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രിയെ തലസ്ഥാനത്തെത്തിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുമെന്നും രാജേഷ് പറഞ്ഞു. കൊടുങ്ങാനൂർ വാർഡിലാണ് ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി കൂടിയായ രാജേഷ് മത്സരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. വലിയ പ്രതീക്ഷയോടുകൂടി ബി.ജെ.പി. കാണുന്ന നഗരസഭയാണ് തിരുവനന്തപുരം. ഇത്തവണ തിരുവനന്തപുരം നഗരസഭ പിടിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ബി.ജെ.പി. നേതാക്കൾ. ബി.ജെ.പിയുടെ പ്രധാന നേതാവായ വി രാജേഷ് സംസ്ഥാന സെക്രട്ടറി മത്സരിക്കുന്നത് കൊടുങ്ങാനൂർ വാർഡിലാണ്. എങ്ങനെയുണ്ട്? ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത് തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ബി.ജെ.പിക്ക്? എനിക്കൊന്ന് ഞങ്ങളെക്കാൾ കൂടുതൽ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. 9-ാം തീയതി രാവിലെ 7 മണിയായി കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര്യ രാജേന്ദ്രനെയും സംഘത്തെയും ഈ കോർപ്പറേഷനിൽ നിന്ന് പുറത്താക്കി ഈ കോർപ്പറേഷന് ഒരു നല്ല ഭരണം നടത്തുവാനുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഓരോ നിമിഷവും ആത്മവിശ്വാസം കൂടുതലാണ്. പ്രധാനമന്ത്രി 45 ദിവസത്തിന് തിരുവനന്തപുരത്ത് വരുമെന്ന് പറഞ്ഞതും ഒളിമ്പിക്സിന്റെ ഏതെങ്കിലും ഒരു ഇനം തിരുവനന്തപുരത്ത് ഞങ്ങൾ കൊണ്ടുവരും എന്ന് പറഞ്ഞു നോക്കെ തന്നെ CPM-നെ മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവരെ വളരെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ചോദിച്ചത് പൂച്ചയ്ക്ക് എന്താ പുല്ലിൽ കൊടുത്തിടത്ത് കാര്യം? ഞങ്ങൾ ബി.ജെ.പി. നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ്, ബി.ജെ.പിയുടെ നേതൃത്വം കൊടുക്കുന്ന കോർപ്പറേഷൻ ഭരണം, ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തി കൊണ്ടുവരും. അതിൽ ഇവർക്ക് എത്ര അങ്കലാപ്പ് എന്താ? അപ്പോൾ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. കൊടുങ്ങാനൂർ വാർഡിൽ ബി.ജെ.പിയുടെ മേയർ സ്ഥാനാർത്ഥി അടക്കം തോൽക്കാൻ പോവുകയെന്നാണ് പറയുന്നത്. അല്ല, ഞങ്ങളുടെ പാർട്ടിയിൽ മേയർ സ്ഥാനാർത്ഥിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഇവർക്ക് കൊടുങ്ങാനൂർ വാർഡിനെ കുറിച്ചും ബി.ജെ.പിയുടെ പ്രവർത്തനത്തെ കുറിച്ചുള്ള അങ്കലാപ്പ് എന്തിനാ? ഞങ്ങളുടെ വാർഡിൽ ഞങ്ങൾ നോക്കിക്കോളാം. ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ CPM-ന്റെ മേയർ സ്ഥാനാർത്ഥിമാർ തോറ്റ ചരിത്രമാണുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ജയൻ ബാബു എന്ത് സംഭവിച്ചു? അതോടൊപ്പം തന്നെ നമ്മുടെ കഴിഞ്ഞ സിറ്റിംഗ് മേയറായിരുന്ന ശ്രീകുമാർ, ഞാൻ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നില്ല, ഇവർ ഈ ഭാഷ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തായാലും കൊടുങ്ങാനൂർ ഉൾപ്പെടെ ഞങ്ങൾ മത്സരിക്കുന്ന വാർഡുകളിൽ ഉള്ള സ്ഥാനാർത്ഥികളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. ശിവൻകുട്ടി മുൻ മേയർ, ഇപ്പോഴത്തെ മന്ത്രി, ബഹുമാനപ്പെട്ട അദ്ദേഹം മറുപടി പറയേണ്ടത് വിളപ്പിൽശാല മുതൽ തകർന്ന് തരിപ്പണമാക്കിയ അഴിമതി മുങ്ങിക്കുളിച്ച വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് പറയണം. അദ്ദേഹത്തിന്റെ കാലത്ത് ആരംഭിച്ചതല്ലേ വിളപ്പിൽശാല മുതൽ ആര്യ രാജേന്ദ്രൻ വരെ നടപ്പിലാക്കിയ മാലിന്യ സംസ്കരണ പദ്ധതികൾ പരാജയപ്പെട്ടതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ CPM തയ്യാറുണ്ടോ? തെരുവു നായ്ക്കളെ വന്ധ്യകരിച്ചു എന്ന് പണം എഴുതിയെടുത്തിട്ടും വീണ്ടും തെരുവു നായ്ക്കൾ വർദ്ധിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ പണം തട്ടിച്ചതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ മത്സരിക്കുന്ന വാർഡിനെ കുറിച്ച് ഞങ്ങൾ നോക്കിക്കോളാം. കിച്ചൺ ബിൻ അഴിമതി ബി.ജെ.പി. ആരോപണം ഉന്നയിച്ചു. അതിന് മറുപടി പറയുന്നത് ഏറ്റവും മികച്ച വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ മാതൃകയാണ് കിച്ചൺ ബിൻ. ആ പദ്ധതി പലപ്പോഴും പരാജയപ്പെടുത്താൻ ബി.ജെ.പി. വലിയ ശ്രമം നടത്തി, എന്നിട്ടും വിജയിച്ച പദ്ധതി എന്നാണ് വി.കെ. പ്രശാന്ത് മുൻ മേയർ കൂടിയായ ഇവിടുത്തെ MLA പറയുന്നത്. അതെങ്ങനെയാണ് അവർക്ക് ഭൂരിപക്ഷമുള്ള ഒരു കോർപ്പറേഷനിൽ ഒരു പദ്ധതി ഞങ്ങൾ വിചാരിച്ചാൽ പരാജയപ്പെടുത്താൻ പറ്റുന്നത്? പല വീടുകളിലും പോയി ഇത് വലിയ കുഴപ്പമുണ്ടാക്കാൻ പോകുന്ന പദ്ധതിയാണ്, നിങ്ങൾക്ക് വീടുകളിൽ പ്രശ്നമുണ്ടാകുമെന്ന ക്യാമ്പയിൻ ബി.ജെ.പി. നടത്തിയെന്നാണ് ആരോപിക്കുന്നത്. അല്ല, അത് വിജയിക്കുന്ന പദ്ധതിയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഞങ്ങളുടെ ക്യാമ്പയിൻ തള്ളിക്കളയൂലേ? ഞങ്ങളങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തില്ല. ഇവർക്ക് ഭൂരിപക്ഷം കൊടുത്തിട്ട് അവർക്ക് ഭരിക്കാൻ സാധിക്കാത്തതിന് പ്രശാന്ത് മേയറായിരുന്നപ്പോൾ ഉൾപ്പെടെ വൻ അഴിമതികൾ നടന്നിട്ടുണ്ട്. ഞാൻ ഒരൊറ്റ ചോദ്യമാണ് ചോദിക്കുന്നത്. ഒരു കിച്ചൺ ബിന്നിന് ഒരു മാസം 1.5 കിലോ ഇനോക്കുലമാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ കോർപ്പറേഷൻ വിതരണം ചെയ്തിട്ടുള്ള 60,000 കിച്ചൺ ബിന്നിന് 90,000 ഇനോക്കുലം വേണം. പക്ഷേ കോർപ്പറേഷൻ ഇപ്പോൾ വാങ്ങുന്ന 3,000 കിലോയാണ്. അതായത് 2,000 കിച്ചൺ ബിൻ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളത് കോർപ്പറേഷൻ സമ്മതിക്കുകയാണ്. അപ്പോൾ 58,000 കിച്ചൺ ബിൻ എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ വിതരണം ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ പദ്ധതിയും ഞങ്ങൾ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇന്നുവരെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചിട്ടുള്ള CPM മേയർമാരിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ മേയർമാരുമായിട്ട് ഞങ്ങൾ ആരോഗ്യകരമായ സംവാദത്തിന് തയ്യാറാണ്. 45 വർഷത്തെ നിങ്ങളുടെ ഭരണ പരാജയത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ ആരോഗ്യകരമായ സംവാദത്തിന് തയ്യാറുണ്ടോ? നിങ്ങൾ സമയം നിശ്ചയിച്ചോ? അവർ അതിന് തയ്യാറാകാത്തതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഒളിമ്പിക്സ് നടത്താൻ സാധ്യതയില്ല, നരേന്ദ്രമോദി വരെ, ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള നരേന്ദ്രമോദി, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമെന്ന് ഞങ്ങൾ പറയുമ്പോൾ ഇവർക്കത്ര അങ്കലാപ്പ് എന്തിനാ? ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ വരും, ഞങ്ങളുടെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ വികസനത്തിനുള്ള ഡയറക്ഷൻ തരും, കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് തരും. ഒരു അഴിമതിയും നടത്താതെ സുതാര്യമായിട്ട് ഞങ്ങളത് വിനിയോഗിക്കും. 5 വർഷം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച 3 നഗരങ്ങളിൽ ഒന്നായി തിരുവനന്തപുരം മാറും. എത്ര സീറ്റ് കിട്ടും ബി.ജെ.പി. മുന്നണിക്കും? നഗരഭരണത്തിന് 101 സീറ്റാണ് ആകെ ഉള്ളത്. 51 കിട്ടിയാൽ ഭരിക്കാം. എത്ര സീറ്റ് കിട്ടും? സീറ്റിന്റെ എണ്ണമൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. കാരണം ഓരോ ദിവസം കഴിയുന്തോറും സീറ്റുകളിലൊക്കെ തന്നെ വലിയ മുന്നേറ്റമാണ്. ഇപ്പോൾ ഒരു എണ്ണം ഇപ്പോൾ നിങ്ങളുടെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. 2 ദിവസം കൂടെ കഴിഞ്ഞ് പറയാം. എന്തായാലും ഭരണം ബി.ജെ.പി. നല്ല ഭൂരിപക്ഷത്തിൽ ഭരിക്കും. 50 അടിക്കും. എന്തായാലും 50ക്ക് മുകളിൽ പോകും എങ്കിലേ ഭരിക്കാൻ സാധിക്കുള്ളൂ. NDA ദേശീയ ജനാധിപത്യ ബി.ജെ.പിക്കും ഘടകകക്ഷികൾക്കും സീറ്റുണ്ടാവും. ഞങ്ങൾ നല്ല മാർജിനിൽ ഞങ്ങൾ ഭരിക്കും.
ഇതാണ് ബി.ജെ.പിയുടെ ആത്മവിശ്വാസം. ഈ അവസാന മണിക്കൂറുകളിലും ബി.ജെ.പി ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണ തിരുവനന്തപുരം നഗരഭരണത്തിന് മാറ്റമുണ്ടാകും, ബി.ജെ.പിയുടെ മേയർ തിരുവനന്തപുരം നഗരസഭ ഉണ്ടാകുന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് വി രാജേഷ് അടക്കമുള്ള ബി.ജെ.പി എൻ.ഡി.എ സ്ഥാനാർത്ഥികളുടെ പ്രചരണം ഈ അവസാന മണിക്കൂറിൽ പുരോഗമിക്കുന്നത്. ഏതായാലും ബി.ജെ.പി വലിയ പ്രതീക്ഷ പുലർത്തുന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അവിടെ ഒരു കൃത്യമായ കണക്കൊന്നും പ്രവചിക്കാൻ എന്തായാലും വി രാജേഷ് തയ്യാറെടുക്കുന്നില്ല ഈ ഘട്ടത്തിൽ എന്നതുകൂടി നമ്മൾ